നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഈ അവസരത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം 393 സീറ്റുകൾ നേടിയ വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രവചനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യ TV CNX സർവേ ബിജെപി ഒറ്റയ്ക്ക് 343 സീറ്റുകൾ നേടും, സഖ്യകക്ഷികൾ 50 സീറ്റുകൾ സ്വന്തമാക്കും. അങ്ങനെ മുഴുവൻ 393 സീറ്റുകൾ നേടിക്കൊണ്ട് NDA അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഇന്ത്യ TV CNX ഫലം സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള INDAA എന്ന പ്രതിപക്ഷ മുന്നണി 100 സീറ്റുകളിൽ താഴെ മാത്രമേ നേടൂ എന്നുകൂടി സർവേ അഭിപ്രായപ്പെടുന്നു. തൃണമൂൽ കോൺഗ്രസ്, YSRCP, TDP, BJD എന്നിവരെ ഇരു സഖ്യത്തിലും ഉൾപ്പെടുത്താതെയുള്ള ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്കാലത്തെയും മോശം പ്രകടനത്തിലേക്കായിരിക്കും കോൺഗ്രസ് ഇക്കുറി കൂപ്പുകുത്താൻ പോകുന്നതെന്നുകൂടി സർവേ അഭിപ്രായപ്പെടുന്നു. കാരണം 40 സീറ്റുകൾ മാത്രമേ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടൂ എന്നാണ് ഇന്ത്യ TV CNX ഫലം അഭിപ്രായപ്പെടുന്നത്. തൃണമൂൽ കോൺഗ്രസ് ആവട്ടെ 19 സീറ്റുകളും, DMK തമിഴകത്ത് വെറും 17 സീറ്റുകളും, TDP 12 സീറ്റും, ആം ആദ്മി പാർട്ടി 8 സീറ്റുകളും, സമാജ്വാദി പാർട്ടി 4 സീറ്റുകളും നേടുമെന്നുകൂടി അഭിപ്രായപ്പെടുന്നുണ്ട് ഈ സർവേ. ഗുജറാത്ത്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ദില്ലി, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന എന്നിവയുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ BJP അവിടെയുള്ള സീറ്റുകൾ തൂത്തുവാരുമെന്നുകൂടി ഈ സർവേ അഭിപ്രായപ്പെടുന്നു. 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ തന്നെയായിരിക്കും BJPയുടെ ഏറ്റവും മികച്ച പ്രകടനം വരാൻ പോകുന്നത്. അവിടെ 72 സീറ്റുകൾ BJP സ്വന്തമാക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. അതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തിരിച്ചു വരവിന് ശ്രമിക്കുന്ന BSP ഒരു സീറ്റും നേടില്ല എന്നുകൂടി സർവേ പറയുന്നുണ്ട്. BSPക്കൊപ്പം കോൺഗ്രസും അവിടെ നേട്ടമുണ്ടാക്കില്ല എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല സമാജ്വാദി പാർട്ടിക്ക് ഒരു ചെറിയ നേട്ടം, അതായത് അവർ 4 സീറ്റുകൾ നേടുമെന്നുകൂടി ഈ സർവേയിൽ പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 40 ലോക്സഭാ സീറ്റുകളുള്ള ബീഹാറിൽ BJP 17 സീറ്റുകൾ നേടും. ജാർഖണ്ഡിലാവട്ടെ 14 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഇതിൽ 12 സീറ്റുകളും BJP സ്വന്തമാക്കും. കർണാടകത്തിലെ 28 ലോക്സഭാ സീറ്റുകളിൽ 21 എണ്ണം BJPക്ക് സ്വന്തമാക്കാൻ സാധിക്കും. മഹാരാഷ്ട്രയിൽ 48-ൽ 29 സീറ്റുകളും, ഒഡീഷയിൽ 21 ലോക്സഭാ സീറ്റിൽ 12 സീറ്റുകളും, അസമിലെ 14 ലോക്സഭാ സീറ്റിൽ 11 എണ്ണവും, പശ്ചിമ ബംഗാളിലെ 42 ലോക്സഭാ സീറ്റിൽ 23 എണ്ണവും BJP സ്വന്തമാക്കുമെന്നുകൂടി ഇവർ അഭിപ്രായപ്പെടുന്നു. എന്തായാലും ഏപ്രിൽ 1-ാം തീയതിക്കും ഏപ്രിൽ 13-നും ഇടയിൽ രാജ്യത്തെ 543 ലോക്സഭാ മണ്ഡലങ്ങളിലും നടത്തിയ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് എന്നാണ് ഇന്ത്യ TV CNX സർവേ അഭിപ്രായപ്പെടുന്നത്. 60,000 സ്ത്രീ വോട്ടർമാർ ഉൾപ്പെടെ 1,22,000 പേരിലാണ് ഈ സർവേ നടത്തിയത്. അവരുടെ അഭിപ്രായങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് സർവേയുടെ ഫലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും NDA 400 സീറ്റ് കടക്കുമെന്നോ അല്ലെങ്കിൽ BJP ഒറ്റയ്ക്ക് 370 സീറ്റുകൾ നേടുമോ എന്നൊന്നും ഈ സർവേ അഭിപ്രായപ്പെടുന്നില്ല. എങ്കിൽ പോലും NDA സർക്കാർ തന്നെ മൂന്നാമതും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.